Hello students, welcome. Today's class we are discussing about polygenic inheritance and pleiotropy. What is polygenic inheritance? Let us discuss. Mendel in his studies described those traits that have distinct alternative forms such as flower color which are either purple or white. മെൻഡൽ തൻ്റെ പരീക്ഷണങ്ങൾക്കെല്ലാം ഉപയോഗിച്ചത് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയായിരുന്നു. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പൂവിൻ്റെ നിറം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം എടുത്ത് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, അതായത് പർപ്പിൾ ഫ്ലവർ, വൈറ്റ് ഫ്ലവർ എങ്ങനെ. ദർ ആർ മെനി ട്രേഡ്സ് വിച്ച് ആർ നോട്ട് സോ ഡിസ്റ്റിങ്ക്റ്റ് ഇൻ ദെയർ ഒക്കറൻസ്. എന്നാൽ ഇങ്ങനെ ചില സ്വഭാവങ്ങൾ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് കാണപ്പെടാറില്ല. For example, in humans, we don't just have tall or short people as two distinct alternatives. ഇപ്പോൾ നമ്മൾ മനുഷ്യരിലെ ഉയരം എന്ന സ്വഭാവത്തെ എടുക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും ഉയരം കൂടിയതോ എല്ലാവരും ഉയരം കുറഞ്ഞതോ ആയിരിക്കില്ല. അതിൻ്റെ ഇടയിലുള്ള, അതായത് ഇൻ്റർമീഡിയറ്റ് ഹൈറ്റുള്ള മനുഷ്യരും ഉണ്ടായിരിക്കും. വേറൊരു എക്സാമ്പിളാണ്, അനദർ എക്സാമ്പിൾ ഈസ് ദ ഐ കളർ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ആർ സീൻ ഇൻ ഹ്യൂമൻ ഐ. So when we take such traits are generally controlled by 3 or more genes. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ആ സ്വഭാവത്തിനെ ഒന്നിലേറെ ജീനുകൾ നിയന്ത്രിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ആൻഡ് ആർ thus called the polygenic traits. So such traits which are controlled by 3 or more genes are known as polygenic traits, and the inheritance is known as polygenic inheritance. Poly means many, that is many genes control a traits. Polygenic inheritance also takes into account the influence of the environment. Environment also influence the polygenic inheritance. A classical example for polygenic inheritance is human skin color. Human skin color is a classical example for polygenic inheritance. Polygenic inheritance-ന് ഒരു എക്സാമ്പിൾ ആണ് മനുഷ്യൻ്റെ ത്വക്കിൻ്റെ നിറം. In a polygenic trait, the phenotype reflects the contribution of each allele. That is, effect of each allele is additive. Polygenic trait-ൽ അതിൻ്റെ ഫീനോടൈപ്പിനെ ഓരോ അലീലുകളും കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. Let us assume that 3 genes capital A, capital B and capital C control the skin color in human. In human, the skin color is, if controlled by 3 genes capital A, capital B and capital C, then the dominant forms capital A, capital B and capital C are responsible for dark skin color, and the recessive forms small a, small b and small c are responsible for the light skin color. That is, in human beings, the dark skin color is controlled by 3 genes capital A, capital B and capital C, and the light skin color is controlled by 3 recessive genes small a, small b and small c. അതായത് നമ്മൾ മനുഷ്യരിൽ ഇരുണ്ട നിറം എന്നുള്ളതിനെ, ത്വക്കിൻ്റെ ഇരുണ്ട നിറത്തിനെ കൺട്രോൾ ചെയ്യുന്നത് 3 ഡോമിനൻ്റ് ജീനുകളാണ്, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി. അതേപോലെ വെളുത്ത നിറം എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യുന്നത് 3 റിസസീവ് ജീനുകളാണ്, സ്മോൾ എ, സ്മോൾ ബി ആൻഡ് സ്മോൾ സി. ദ ജീനോടൈപ്പ് വിത്ത് ഓൾ ദ ഡോമിനൻ്റ് അലീൽസ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ബി ആൻഡ് ക്യാപിറ്റൽ സി will have the darkest skin color, and that with all the recessive alleles, that is small a, small b, small c will have the lightest skin color. അപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ ജീനോടൈപ്പ് എടുത്ത് നോക്കിയാൽ അതിലെല്ലാം ഡോമിനൻ്റ് അലീലുകളാണെങ്കിൽ ആ വ്യക്തിയുടെ ത്വക്കിൻ്റെ നിറം ഇരുണ്ടതായിരിക്കും. അതേപോലെ ഒരു വ്യക്തിയുടെ ജീനോടൈപ്പിൽ എല്ലാ റിസസീവ് അലീലുകളാണെങ്കിൽ ആ വ്യക്തിയുടെ ത്വക്കിൻ്റെ നിറം വെളുത്തത് ആയിരിക്കും. അതേപോലെ ദ ജീനോടൈപ്പ് വിത്ത് 3 ഡോമിനൻ്റ് അലീൽസ് ആൻഡ് 3 റിസസീവ് അലീൽസ് വിൽ ഹാവ് ആൻ ഇൻ്റർമീഡിയറ്റ് സ്കിൻ കളർ. അതേപോലെ ഒരു വ്യക്തിയുടെ ജീനോടൈപ്പിൽ 3 ഡോമിനൻ്റ് അലീലും 3 റിസസീവ് അലീലും ആണ് കാണപ്പെടുന്നതെങ്കിൽ അയാളുടെ ത്വക്കിൻ്റെ നിറം ഇരുനിറമായിരിക്കും, അയാൾക്ക് ഇരുനിറമുള്ള ത്വക്കായിരിക്കും
ഉണ്ടാവുക. അപ്പോൾ 3 തരത്തിലുള്ള നിറം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ദ ജീനോടൈപ്പ് in this manner the number of each type of alleles in the genotype would determine the darkness or lightness of the skin in an individual. That is, in an individual the skin color is depends upon the number and type of alleles in the genotype. അപ്പോൾ ഒരു വ്യക്തിയുടെ ത്വക്കിൻ്റെ നിറം എന്തിനെ ആശ്രയിച്ചിട്ടായിരിക്കും കാണപ്പെടുന്നത്? അത് എത്ര എണ്ണം, അതേപോലെ ഏത് തരത്തിലുള്ള അലീലുകളാണ് കാണപ്പെടുന്നത്, അതായത് ഡോമിനൻ്റ് അലീലുകളാണോ റിസസീവ് അലീലുകളാണോ കാണപ്പെടുന്നത്, ഇതിനൊക്കെ ആശ്രയിച്ചായിരിക്കും ത്വക്കിൻ്റെ നിറം കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് പ്ലിയോട്രോപ്പി. പ്ലിയോട്രോപ്പിയെ കുറിച്ച് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ പ്ലാന്റ്സ് പ്ലിയോട്രോപ്പി ഈസ് എക്സിബിറ്റഡ് ബൈ pea plants, that is the starch grain synthesis in pea plants and also the shape of the pea seeds. Example for it is also an example for pleiotropy in plants. What is pleiotropy? A single gene exhibit multiple phenotypic expression. Pleiotropy means a single gene exhibit multiple phenotypic expression. That is, one gene affects multiple characters. Such a gene is called a pleiotropic gene. അതായത് ഒരു ജീനിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സിന് ഒരു ജീന് കൺട്രോൾ ചെയ്യുക, അതിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയുക. പ്ലിയോട്രോപ്പി കാണിക്കുന്ന ജീനുകൾ നമ്മൾ പ്ലിയോട്രോപ്പിക് ജീൻസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് എ ജീൻ ഓൺ മെറ്റബോളിക് പാത്വേസ് വിച്ച് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഫിനോടൈപ്സ്. സോ ഡിഫറെൻറ്റ് ഫിനോടൈപ്സ് ആർ formed due to the gene on and its effect on the metabolic pathways. ഈ ജീനിൻ്റെ മെറ്റാബോളിക് പാത്വേസിൽ അത് കാണിക്കുന്ന ഇഫക്റ്റ് കൊണ്ടുമാണ് ഈ മൾട്ടിപ്പിൾ ഫീനോടൈപ്സ് ഇവിടെ ഉണ്ടാകുന്നത്. ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ഈസ് ദ ഡിസീസ് ഫീനൈൽ കീറ്റനൂറിയ ഇൻ ഹ്യൂമൻസ്. മനുഷ്യരിൽ കാണുന്ന ഒരു അസുഖമാണ് ഫീനൈൽ കീറ്റനൂറിയ. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പ്ലിയോട്രോപ്പി. The disease is caused by mutation in the gene that code for the enzyme phenylalanine hydroxylase. This is an example for single gene mutation. അപ്പോൾ ഫീനൈൽ കീറ്റനൂറിയ ഉണ്ടാവുന്നത് ഒരു ജീനിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ. ആ ജീനിൽ മ്യൂട്ടേഷൻ ഉണ്ടാവുമ്പോൾ ആ ജീന് ഫീനൈലലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈമിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ജീനാണ്. അതിന് മ്യൂട്ടേഷൻ ഉണ്ടാവുമ്പോൾ ഫീനൈലലാനിൻ ഹൈഡ്രോക്സിലേസിൻ്റെ ഉൽപ്പാദനം നടക്കാതെ വരികയും അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീനോടൈപ്പിക് ക്യാരക്ടേഴ്സിന് ഇടയാക്കുകയും ചെയ്യും. നോക്കാം. ദിസ് മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ത്രൂ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ മെൻ്റൽ റിട്ടാർഡേഷൻ, റിഡക്ഷൻ ഇൻ ഹെയർ ആൻഡ് സ്കിൻ പിഗ്മെൻറ്റേഷൻ. വാട്ട് ആർ ദ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻസ് ഡ്യൂ ടു ദിസ് മ്യൂട്ടൻറ്റ് ജീൻ? ദേ ആർ മെൻ്റൽ റിട്ടാർഡേഷൻ, റിഡക്ഷൻ ഇൻ ഹെയർ ആൻഡ് സ്കിൻ പിഗ്മെൻറ്റേഷൻ. Let's see, phenylalanine is an amino acid and it usually converts into tyrosine in our body. It is also an amino acid and the conversion of phenylalanine into tyrosine requires an enzyme. It is phenylalanine hydroxylase. For the conversion of phenylalanine into tyrosine, phenylalanine hydroxylase is necessary. And the production of this enzyme phenylalanine hydroxylase is controlled by a gene, a single gene, PAH gene. So the production of phenylalanine hydroxylase is controlled by a single gene. When a mutation occurs in this gene, there is no production of phenylalanine hydroxylase, or the production of phenylalanine hydroxylase is affected. Due to this, this will result in the three different types of phenotypic expression, that are mental retardation, hair reduction, skin pigmentation. അപ്പോൾ ഈ ജീനിനുണ്ടാകുന്ന മ്യൂട്ടേഷൻ അല്ലെങ്കിൽ വ്യതിയാനം 3 തരത്തിലുള്ള ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഏതൊക്കെയായിരിക്കും? മെൻ്റൽ റിട്ടാർഡേഷൻ, ബുദ്ധിമാന്ദ്യം, ഹെയർ റിഡക്ഷൻ, രോമങ്ങളുടെ അളവിലുണ്ടാകുന്ന കുറവ്, അതുപോലെ സ്കിൻ പിഗ്മെൻറ്റേഷൻ, സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനെ ബാധിക്കും. So
Phenylketonuria is a classical example for pleiotropy, and also the human skin color is another example for polygenic inheritance. Okay.